സംസ്ഥാനത്തെ പോലീസ് ഭരണമാണ് ജനങ്ങളെ LDF-ൽ നിന്നും അകറ്റിയത് എന്ന് ഘടകകക്ഷിയായ RJD-യുടെ സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും തെറ്റുതിരുത്താനും സാധിക്കണം. ഇടത് കോട്ടകളിലെ വോട്ട് ചോർച്ചയും BJP-യുടെ മുന്നേറ്റവും അപകട സൂചനയാണെന്നും MV ശ്രേയാംസ് കുമാർ 24-നോട് പറഞ്ഞു. ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഉണ്ടായ വലിയ തിരിച്ചടി, ആ തിരിച്ചടിയിൽ വലിയ തോതിലുള്ള ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഘടകകക്ഷികളെല്ലാം തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ ജനങ്ങളുടെ അപ്രീതി, ജനങ്ങളുടെ വിയോജിപ്പ് ഇതിലൊരു പ്രധാന ഘടകമായി എന്നുള്ള നിലയിലൊക്കെ വിലയിരുത്തൽ വരുന്നു. ഈ വേളയിലാണ് മുന്നണിയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയാറുള്ള മുന്നണിയിലെ പ്രധാന നേതാവും RJD പ്രസിഡന്റുമായ MV ശ്രേയാംസ് കുമാർ 24-നോടൊപ്പം ചേരുന്നത്. സ്വാഗതം സർ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജനവിധിയാണ് കേരളത്തിൽ വന്നത്. എന്താണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായി അങ്ങ് കരുതുന്നത്? അതോടെ ആഴത്തിൽ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം 2019 ചില തരംഗങ്ങളുണ്ടായിരുന്നു, ഇത്തവണ അതില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇത്ര വലിയൊരു തോൽവി എന്ന് പറയുന്നത് പുനഃപരിശോധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് LDF ഇതിൽ ആഴത്തിൽ വിലയിരുത്തി തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തി ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ രണ്ട് ഘടകങ്ങളാണ്. പ്രത്യേകിച്ചും CPIM-ൻ്റെയും ഇടതുമുന്നണിയുടെയും കോട്ടകളിലാണ് വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് ജനം പാടെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇടത് കോട്ടകളിലാണ് വൻ തകർച്ചയുണ്ടായത്. ഇത് എന്തിൻ്റെ സൂചനയാണ്? അതിപ്പോൾ പെട്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം മലബാർ മേഖലയിൽ മൊത്തത്തിൽ തോറ്റു എന്നുള്ളത് വാസ്തവമാണ്. അതുപോലെ പിന്നെ തൃശ്ശൂർ ജില്ല ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ടു. തൃശ്ശൂരിൽ BJP-യുടെ വിജയം വലിയ രീതിയിൽ നമ്മൾ അത് അപകട സൂചന മനസ്സിലാക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ സാധാരണ നിഷ്പക്ഷരായ ജനങ്ങളുടെ വോട്ടുകൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇനി മുന്നണിയിലെ വോട്ടിനെ പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. അതിന് എന്താണ് കാരണം, അതിന് അകൽച്ചുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കേണ്ട ഒരു അവസരം കൂടിയാണത്. എല്ലാ പ്രതിസന്ധിയും ഒരു അവസരമായി കണക്കിലെടുത്ത് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി എങ്ങനെ പിന്നെ LDF-ന് കരുത്ത് പകരാമെന്നുള്ളതാണ് LDF ചിന്തിക്കേണ്ടത്. ഈ ഭരണവിരുദ്ധ വികാരം, കാരണം ഇത്രയും CPIM-ൻ്റെയും ഇടതുമുന്നണിയുടെയും ശക്തി കേന്ദ്രത്തിലെ വോട്ട് ചോരുന്നത്, ഒരു ഉദാഹരണത്തിന് ഇപ്പം പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ മട്ടന്നൂർ മണ്ഡലത്തിൽ പോലും ലീഡ് വളരെ കുറഞ്ഞു. ധർമ്മടം മണ്ഡലത്തിലും തളിപ്പറമ്പ് മണ്ഡലത്തിലൊക്കെ സംഭവിക്കുന്നു. ഇത് എന്തിൻ്റെ സൂചനയാണ്? ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് വേറെ ആംഗിളും കൂടിയുണ്ട്. കാരണം ഇത്തവണ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. അപ്പോൾ മോദി അധികാരത്തിൽ അപ്രമാദിത്വം തുടർന്നു കഴിഞ്ഞാൽ പലതും സംഭവിക്കുന്നുള്ള പിന്നെ ബോധ്യം നല്ലപോലെ എല്ലാ മേഖലയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സാണ് ബെറ്റർ ഓൾട്ടർനേറ്റീവ്. ഇന്ത്യ സഖ്യത്തിന് കേരളത്തിലെ 19 സീറ്റും ഇന്ത്യ സഖ്യത്തിനാണ്. ഇന്ന് ഇന്ത്യ സഖ്യത്തിന് ഒരു മുൻകൈ ഉണ്ടാവണം എന്നൊരു വിചാരം കൂടി ജനങ്ങളുടെ ഇടയിൽ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് സാധാരണ നിഷ്പക്ഷ വോട്ടുകളെ ന്യൂനപക്ഷ വോട്ടുകളെയാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഇടതുമുന്നണിയുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യാത്തതിന് എന്താണ് കാരണം? അത് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, മുന്നണി വോട്ടുകൾ. അതിന് ഇതൊരു കാരണമാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചില രീതികൾ, അതൊക്കെ തന്നെ അവലോകനം ചെയ്യേണ്ട ഒന്നാണ്. പക്ഷേ ഇതൊരു വലിയ പാഠം തന്നെയാണ്. അതുമാത്രമല്ല, ഇതിനൊരു പ്രത്യാശ വക നൽകുന്നത് ഒരു പ്രതിപക്ഷം ഉണ്ടായി എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല. വളരെ കൃത്യമായി ശ്രേയാംസ് കുമാർ പറയുന്നത് ഈ പരാജയത്തിൽ നിന്നും പാഠം പഠിക്കണം, ജനങ്ങളോട് തെറ്റുകൾ തുറന്നു പറഞ്ഞ് തിരുത്താനുള്ള ഒരു നിലപാടിലേക്കാണ്, ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്കാണ് ഇടതുമുന്നണി കടക്കേണ്ടത് എന്നാണ് MV ശ്രേയാംസ് കുമാർ പറയുന്നത്. ശ്രേയാംസ് കുമാർ ആദ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന 24-നോടാണ്. താങ്ക് യു സാർ. ക്യാമറാമാൻ പ്രജ്വൽ സുരേഷിനൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24.